ഒഡീഷയിൽ മലയാളി വൈദികനെ പോലീസ് പള്ളിയിൽ കയറി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ബർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനാണ് മർദ്ദനമേറ്റത്. ഫാദർ ജോഷി ജോർജ് ചേരുന്നുണ്ട്. ഫാദർ, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? അങ്ങയുടെ പുറത്തൊക്കെ നല്ല പരിക്കുണ്ടല്ലോ. ആക്ച്വലി എൻ്റെ കൊച്ചച്ഛനാണ് കാര്യമായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്നത്. പുള്ളിയുടെ തലക്കിട്ടടിക്കുകയും പുള്ളിയുടെ പുറത്ത് അടിക്കുകയും പുള്ളിയുടെ ഷോൾഡർ ബോണ് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അയ്യോ. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തായിരുന്നു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രാക്ചർ കണ്ടു. അതനുസരിച്ച് ഡോക്ടർമാർ മരുന്ന് കൊടുത്ത് പുള്ളിയോട് 10-15 ദിവസത്തെ വിശ്രമം എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നെയും അടിച്ചു ഇരിക്കുക, പക്ഷെ അത്രയും ക്രൂരമായ മർദ്ദനം ഏറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രസ്പെക്ടറിൽ നിന്ന് ഞങ്ങളെ വില്ലേജിലോട്ട് കൊണ്ടുപോയി. അവിടെയും ഞങ്ങളെ കൊണ്ടുവന്ന വഴിക്ക് അടിക്കുകയും ഞങ്ങളെ അത് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ പാകിസ്ഥാൻകാരാണ്, മതപരിവർത്തനത്തിന് വേണ്ടിയാണ് നിങ്ങളോട് നിൽക്കുന്നത്, ആൾക്കാർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിക്കുകയും. അല്ല ഫാദർ, അത് ഈ ബജറംഗ് ദൾ, ജബൽപൂരിൽ ബജറംഗ് ദൾ അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ അടിക്കുന്നത്. ഇത് പോലീസുകാർ അത് പറയേണ്ട കാര്യം എന്താ? അറിയത്തില്ല. നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞ് അവര് നമ്മളെ ആക്രമിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപനവും ഇല്ലാതെ പള്ളിയിലേക്ക് വന്ന അച്ഛന്മാരെയും അവിടെ കൂടിയിരുന്ന വിശ്വാസികളെയും അടിക്കുകയായിരുന്നു പോലീസ്. അവിടെ വിശ്വാസികളായിട്ട് ആക്ച്വലി 3-4 പെൺപിള്ളേരുണ്ടായിരുന്നത്. അവര് പള്ളി ക്ലീൻ ചെയ്യായിരുന്നു. ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ചത്തെ ഖുർആനയ്ക്ക് വേണ്ടി പള്ളി അടിച്ചു തൂത്ത് പ്രിപ്പറേഷൻ നടത്തുമായിരുന്നു. ആ സമയത്താണ് പോലീസുകാർ പള്ളിയിൽ കയറി പെൺപിള്ളേരെ അടിച്ചു. അന്നേരം ആ പെൺപിള്ളേർ 2-3 പേര് ഓടി ഞങ്ങളെ ഫാദർ എന്ന് വിളിച്ച് ഞങ്ങളുടെ പ്രസ്പെക്ടറിലോട്ട് വന്ന് ഞങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് വന്നേ. അന്നേരം ഞങ്ങള് ഗേറ്റ് തുറന്നു. ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പോലീസുകാർ ഇവിടെ വരികയും ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ പരിചയം കൊടുത്ത് ഞാൻ പാരിഷ് പ്രീസ്റ്റാണ്, അത് ദയാനന്ദ നായിക്കാണ്, എൻ്റെ അസിസ്റ്റന്റ് ആണ്. ആ പരിചയം കൊടുത്ത ഉടനെ ഞങ്ങളെ അടിക്കാൻ തുടങ്ങി. എന്തിനാണ് അടിക്കുന്നത് ചോദിച്ചിട്ട് അവരൊന്നും മിണ്ടിയില്ല. ഞങ്ങളെ മൃഗീയമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. കൂടുതൽ പരിക്ക് പറ്റിയത് എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. പുള്ളി വളരെ സീരിയസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് ഭയം കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അടുത്ത ദിവസം പുള്ളിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുകയും പുള്ളി എക്സ്റേ എടുക്കുകയും പിന്നെ പുള്ളിക്ക് ആവശ്യമായ മരുന്ന് കൊടുത്ത് പുള്ളിനെ വിടുകയും ചെയ്തു. പുള്ളി ബിഷപ്പ് ഹൗസിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അല്ല, തോളലിന് പൊട്ടൽ എന്നൊക്കെ പറയുമ്പോൾ അടിയിൽ പൊട്ടലോ അതോ ചവിട്ടുവല്ലോ ഉണ്ടായോ? ഇത് ലാത്തി കൊണ്ടുള്ള അടിയാണ് അവർ നടത്തിയത്. ചവിട്ടിയില്ല. പുള്ളിയുടെ തലക്കിട്ട് പുള്ളി ഉരുണ്ട് വീണു അടിയുടെ ആഘാതത്തിൽ. പിന്നെ പോലീസുകാർ പലരും അടിച്ചു പുള്ളിനെ കാലിനും ഷോൾഡറിനൊക്കെ ആയിട്ട്. അല്ല, എന്തിനാണ് അത്രയും പകയുണ്ടാവാനുള്ള കാരണം എന്താച്ചോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് ചോദിച്ച എന്തിനാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ചോദിച്ചവരോട് എന്തിനാണ് അടിക്കുന്നവരെ ഒന്നും മിണ്ടിയില്ല. അച്ഛാ, ഇതാ ഈ നമ്മുടെ ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്തൊക്കെ ബലാസോർ ജില്ലയിലൊക്കെ ഇത്തരത്തിൽ ക്രൈസ്തവ മിഷണർമാർക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും ഒക്കെ വ്യാപകമായ ആക്രമണങ്ങളുടെ ഒരു നിര നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടൊക്കെ വേണോ ഈ പോലീസ് അതിക്രമത്തെയും കാണാൻ? പോലീസ് എന്തിനാണ് ഞങ്ങളെ ആക്രമിച്ചെന്ന് ഞങ്ങൾ ചോദിച്ചെങ്കിൽ അവരൊന്നും ഉത്തരവും തന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് ഞങ്ങൾക്കും പറയാൻ പറ്റുന്നത്. ഞങ്ങളുടെ ആക്രമണത്തെക്കുറിച്ച് ഞങ്ങളുടെ രൂപതാധ്യക്ഷനെ അറിയിച്ചു. അവരോട് വേണ്ട മെത്രാനോട് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഫാദർ, ഇതിലിപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചടിക്കേണ്ട കാര്യമില്ല. ഇത് ഒരു ക്രൈസ്തവ ദേവാലയമാണ്. ആ ക്രൈസ്തവ ദേവാലയത്തിനകത്താണ് ഫാദർ ജോഷി ജോർജ് താങ്കളുടെ കൊച്ചച്ഛൻ എന്ന് പറയുന്ന ആ വൈദികനുള്ളത് പള്ളിക്കകത്താണ്. അപ്പോൾ ഏതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടല്ല, പോലീസ് അങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് എത്തി അടിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു നിർദ്ദേശം കിട്ടി അടിക്കാൻ വന്നു എന്ന് തോന്നി വെച്ചോ നിങ്ങൾക്ക്? പോലീസ് ആക്ച്വലി വില്ലേജുകാരെ പിടിക്കാനായിട്ട് വന്നിരുന്നായിരുന്നു. പക്ഷെ ആ വില്ലേജിൽ കയറിയതോടുകൂടി അറ്റ് ദ സെയിം ടൈം ഞങ്ങളുടെ ഇടവയിലോട്ടും കയറുകയാണ് ഇത്. പള്ളിയുടെ കോമ്പൗണ്ടിലോട്ടും കയറുകയാണ് ചെയ്തത്. പള്ളിയിൽ കയറി ഞങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു അച്ഛോ. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക, പേടിക്കാതിരിക്കുക. മറ്റേ അച്ഛനോട് പരമാവധി റെസ്റ്റ് എടുക്കാൻ പറയച്ചോ. ഫാദർ ജോഷി ജോർജാണ് ജൂബ ബർഹാംപൂർ ഒഡീഷയിൽ പോലീസുകാർ ദേവാലയത്തിൽ കയറി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഒരു വൈദികന്റെ തോളലിന് പൊട്ടലേൽക്കുന്ന രീതിയിൽ വലിയ മർദ്ദനം ഉണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഭീകരമായ രീതിയിൽ മർദ്ദിച്ചു. അല്ലെങ്കിൽ ഒരു ലാത്തിക്കടിയേക്കുമ്പോഴൊക്കെ തോളലിന് പൊട്ടലുണ്ടാകണം, എമ്മാതിരി അടി അടിച്ചിട്ടുണ്ടാവണം.
അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വെച്ചിരുന്നത്. അച്യുതൻ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെ പറ്റി ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ പള്ളിയിലേക്ക് ഇരച്ചെത്തി പോലീസുകാർ നടത്തിയ നരനായാട്ടിനെ പറ്റി പറയുകയായിരുന്നു. അത് നേരിട്ട് അനുഭവിച്ച ഫാദർ ജോഷി ജോർജ്. അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, ഇത്തരം ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടും അതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പോലീസാണ്. ക്രമസമാധാന ചുമതലയുള്ള പോലീസാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്നിട്ടും ഈ ഭരണകൂടമോ അല്ലെങ്കിൽ സേനയുടെ തലപ്പത്തുള്ളവരോ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതും ഇതിനെ ഗുരുതരമായി തന്നെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. കാരണം ഒരു പള്ളിക്കകത്തേക്ക്, ഒരു ആരാധനാലയത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറുക, ഒരു മുൻകൂട്ടി ഒരു ഉത്തരവ് പോലും ഇല്ലാതെ അതിക്രമിച്ച് കയറി അവിടെ ഉണ്ടായിരുന്നവരെ മർദ്ദിക്കുക, അതിനുശേഷം പള്ളിയുടെ തന്നെ ഫാദറിനെ മർദ്ദിക്കുക, സഹവൈദികനെ മർദ്ദിക്കുക, അങ്ങനൊരു നടപടിയിലേക്കായിരുന്നു പോലീസ് അകാരണമായി ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാനിൽ നിന്നും വന്ന് മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട്, അതും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംഘം അവിടേക്ക് എത്തി ആക്രമണം നടത്തുകയായിരുന്നു. പള്ളിയുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ നശിപ്പിച്ചതായുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ ജബൽപൂരിൽ പോലീസ് നോക്കി നിൽക്കെ ബജ്രംഗ് പ്രവർത്തകർ വൈദികന്മാരെ ആക്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി മാറുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഭയപ്പെടുത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഭരണകൂടം അടിയന്തരമായി ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പള്ളിക്കകത്തേക്ക് കയറിയതെന്നും ഇത് മർദ്ദിച്ചതെന്നും സംബന്ധിച്ചുള്ള വിശദീകരണം അത് ഭരണകൂടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതാണ്. എന്തായാലും അത്തരം ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതാണ്. ഹാഷ്മി. ഓക്കെ, ആർ അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഫാദർ ജോഷി ജോർജ് ആണ് ബർഹാംപൂർ ജൂബയിൽ നിന്ന് നേരത്തെ അദ്ദേഹം നേരിട്ട് അനുഭവം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കൊച്ചച്ഛൻ, അതിൻ്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ടുള്ള വൈദികൻ്റെ ക്രൂര മർദ്ദനമേറ്റ വൈദികൻ്റെ തോളലിന് പൊട്ടലുണ്ട്. അദ്ദേഹം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അതുപോലെ കയറി, നിങ്ങൾ പാകിസ്ഥാൻകാരല്ലേ എന്ന് ചോദിച്ചൊക്കെ അടിച്ചു എന്നാണ് പറയുന്നത്. പോലീസുകാർ പറയേണ്ട ഭാഷയല്ലത്. എന്തിനാണ് അങ്ങനെ അത്തരത്തിൽ ഒരു പള്ളിക്കകത്ത് കയറി പോലീസുകാർ അത്തരത്തിൽ മര്യാദയോട് കാണിക്കുന്നത് എന്നത് മനസ്സിലാവുന്നില്ല.